ഹലോ ഫ്രണ്ട്സ്, ഇന്നലെ നമ്മുടെ ടൈഗറിൻ്റെ ബർത്ത്ഡേ ആയിരുന്നു. NTRൻ്റെ ബർത്ത്ഡേ ആയിരുന്നു. അപ്പോൾ ബർത്ത്ഡേ സ്പെഷ്യൽ ആയിക്കൊണ്ട് പുള്ളിക്കാരൻ്റെ പുതിയ സിനിമ നമ്മുടെ പ്രശാന്ത് നീലാണ് സംവിധാനം ചെയ്യുന്ന ഡ്രാഗൺ എന്ന സിനിമയുടെ ഒഫീഷ്യൽ ഗ്ലിംസ് പുറത്തിറക്കിയിട്ടുണ്ടായിരുന്നു. ശരിക്കും പറയുകയാണെങ്കിൽ ഗ്ലിംസ് ഇറക്കിയപ്പോൾ ഏകദേശം ഒരു 12 മണിയായി. അപ്പോഴാണ് സിനിമയുടെ പേര് ഡ്രാഗൺ എന്ന ഒഫീഷ്യൽ പോലും പറഞ്ഞിരിക്കുന്നത്. അന്ന് രാത്രി തന്നെ എനിക്ക് ചെയ്യുന്ന ഉണ്ടായിരുന്നു, നല്ല ക്ഷീണം ഉണ്ടായിരുന്നു, അതൊന്നും ചെയ്യാതിരുന്നത്. ഏകദേശം 24 മണിക്കൂറൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പം തന്നെ ഏകദേശം ഒരു 30 മില്യന് മേലെ വ്യൂസും കയറിയിട്ടുണ്ട്. എന്തായാലും ഈ വർഷമില്ല, അടുത്ത വർഷമേ ഉള്ളൂ. അത് സിനിമയുടെ ഗ്ലിംസിൽ വ്യക്തമായിട്ട് തന്നെ പറയുന്നുണ്ട്. അപ്പോൾ സിനിമയുടെ ഗ്ലിംസ് എങ്ങനെയാണെന്ന് പറയുവാണെങ്കിൽ അടിപൊളിയായിട്ട് തന്നെ ഉണ്ട്. പ്രത്യേകിച്ച് പറയുകയാണെങ്കിൽ NTRൻ്റെ സ്ക്രീൻ പ്രസൻസ്, സ്ക്രീനിലല്ലല്ലോ, NTRനെ കാണുമ്പോൾ തന്നെ എന്തോ ഒരു ഗൂസ് ബംസ് ഒക്കെ അടിക്കുന്നുണ്ട്. പലരും പല അഭിപ്രായം പറയുന്നുണ്ട്. പിന്നെ ആരും പറയുന്നത് അത്ര വലുത് കേട്ടൊന്നുമില്ല. NTRൻ്റെ ഒരു ബോഡി ലാംഗ്വേജിന് പ്രത്യേകം എന്ത് പറ്റി? അവസാനമായിട്ട് ഇറങ്ങിയ RRRൻ്റെ ബോഡി ലാംഗ്വേജ് നോക്കി ഇപ്പോഴത്തെ ഒരു ബോഡി ലാംഗ്വേജ് നോക്ക്, പുള്ളിക്കാരും ക്ഷീണിച്ചോ? അതിന് പേഴ്സണൽ അഭിപ്രായം മാത്രമാണ്, എന്ത് പറ്റിയെന്ന് അറിയത്തില്ല. നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയാമോ? ജസ്റ്റ് ഒന്ന് പറയുക. അറിയാനുള്ള ആകാംക്ഷ കൊണ്ടാണ്. പിന്നെ സിനിമയിൽ പൃഥ്വിരാജെ കൊണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു, പക്ഷേ പൃഥ്വിരാജിനെ ഗ്ലിംസിൽ എവിടെയും കണ്ടില്ല. പകരം ബിജു മേനോനെയാണ് സിനിമയിൽ കണ്ടത്. അപ്പോൾ പുള്ളിക്കാരൻ സിനിമയിൽ ഒരു പ്രധാന വേഷത്തിലെത്തുന്നുണ്ട്. സിനിമയുടെ സ്റ്റോറി നടക്കുന്നത് അഫ്ഗാനിസ്ഥാനും പിന്നെ ഗോൾഡൻ ട്രയാങ്കിളോ അങ്ങനെ ഒരു പുതിയ സ്ഥലം കാണിക്കുന്നുണ്ട്. അത് ഇച്ചിരി റിഫ്രഷിംഗ് ആയിട്ടാണ് തോന്നുന്നത്. പുള്ളിക്കാരൻ, അതായത് NTRൻ്റെ ക്യാരക്ടർ ലൂഗർ എന്നാണ്. പുള്ളിക്കാരൻ കട്ട വില്ലനാണെന്നാണ് പേഴ്സണലി എനിക്ക് തോന്നിയത്. ഗ്ലിംസൊക്കെ ആണ്. ഈ പ്രാവശ്യം നമ്മുടെ പ്രശാന്ത് നീലാണ് പിടിച്ചിരിക്കുന്നത്. ഗോൾഡൊന്നും അല്ല, ഓപ്പിയം പ്രോഡക്റ്റിനെ പറ്റിയാണ്. അത് വെച്ചാണ് ഹെറോയിൻ പോലത്തെ സംഭവങ്ങളൊക്കെ ഉണ്ടാക്കുന്നത്. പണ്ട് ബ്രിട്ടീഷുകാരൊക്കെ വിട്ടിട്ട് പോയ സംഭവമാണ്. അപ്പോൾ അങ്ങനത്തെ ഒരു സബ്ജക്റ്റാണ് ഈ പ്രാവശ്യം പിടിച്ചിരിക്കുന്നത്. പക്ഷേ NTR ഈ ഒരു ജോണർ പടമൊക്കെ എടുക്കുന്ന സമയത്ത് മിസ് ചെയ്യാൻ പോകുന്നൊരു ഐറ്റം ഉണ്ട്, പുള്ളിക്കാരൻ്റെ ഡാൻസ്. അത് ശരിക്കും തന്നെ മിസ് ചെയ്യും. എന്തായാലും കുഴപ്പമില്ല, പുള്ളിക്കാരൻ്റെ ലെവലങ്ങ് മേലോട്ട് പോകും, അത് വേറെ കാര്യം. അപ്പം നിങ്ങളുടെ അഭിപ്രായം എന്താണ്? ജസ്റ്റ് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്തേക്കാം. പിന്നെ എൻ്റെ അപ്ഡേറ്റ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ മാത്രം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് അടിച്ചോ, ഒരു കുഴപ്പമില്ല.